ഹലോ ഫ്രണ്ട്സ്, ഈ ബ്ലൂടൂത്ത് സ്പീക്കറും അതിൻ്റെ ബോർഡും എല്ലാം കൂടി സ്ക്രാപ്പ് ചെയ്ത് കിട്ടിയതാണ്. എന്താ കംപ്ലൈൻറ്റ് എന്നറിയില്ല. കുറച്ച് നേരം ചാർജ് ഇട്ടിട്ട് പിന്നെ നോക്കാം. പിന്നെ ഈ ഗ്ലൂ ഗണ്ണും എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആ സമയം കൊണ്ട് നമുക്ക് ഈ ഗ്ലൂ ഗണ്ണ് എന്താ പ്രശ്നം നോക്കാം. ഊരി നോക്കിയപ്പോൾ അതിൽ ഫുള്ള് ഗ്ലൂ കട്ട പിടിച്ച് അവിടെ നിൽക്കുകയായിരുന്നു സൈഡിൽ. അതൊക്കെ പിന്നെ നോക്കാൻ വെച്ചു ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എമർജൻസി ലൈറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നോക്കാം നമുക്ക്. അത് ചാർജ് ഇട്ടപ്പോൾ ചാർജ് ഇടുന്ന പോലെയൊക്കെ കാട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഓണാക്കി നോക്കി, വർക്കാവുണ്ടായിരുന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ട് ചാർജ് ഊരിയിട്ട് ഞാൻ ഓണാക്കി നോക്കി. അപ്പോൾ ചെറുതായിട്ട് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. അത്രേ കത്തുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ മനസ്സിലായി ബാറ്ററി കംപ്ലൈൻ്റാണ്. എല്ലാം ഊരി എൻ്റെ കയ്യിലുള്ള ബാറ്ററി 2 വെച്ചു. ഇതിങ്ങനത്തെ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അതിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം എടുത്തിട്ട് നമുക്ക് ഒന്ന് കഴുകിയിട്ട് വരാം. കഴുകിയിട്ട് നല്ല ഫിറ്റ് ചെയ്തു. ഇതിപ്പോൾ ഓണാക്കുമ്പോൾ നല്ല വെളിച്ചമുണ്ട്. നല്ല വെളിച്ചമാണ്. പിന്നെ ഗ്ലൂ ഗൺ എന്താ വെച്ചാൽ ഗ്ലൂ ഗണ്ണിൽ വയറ് കൊടുത്തതാണ്. ഗ്ലൂ ഗണ്ണിൻ്റെ പ്ലഗിൻ്റെ വയറൊന്നും ഉണ്ടായിരുന്നില്ല. അത് കൊടുത്ത് ഓണാക്കി നോക്കിയപ്പോൾ തന്നെ എല്ലാം വർക്കാവുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കില്ല. ഉണ്ടെങ്കിൽ വർക്കാക്കി കാണിക്കായിരുന്നു. പിന്നെ ആ ബ്ലൂടൂത്ത് സ്പീക്കർ ചാർജ് ഇട്ടിട്ടുണ്ടായി. ചാർജ് ആവുന്ന പോലെ കാട്ടുന്നുണ്ടായിരുന്നു. ഓണാക്കി നോക്കി ഇപ്പോൾ ഓണാക്കിയപ്പോൾ അതിലെന്തോ ഒരു സൗണ്ട് ക്ലിയറായി കേൾക്കുന്നില്ല. അതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റാണ്. ആ ബോർഡ് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ സ്പീക്കർ 2 ഉപയോഗിച്ചു. നമ്മുടെ ആവശ്യത്തിന് എടുത്തു സ്പീക്കർ. ബോർഡ് ഞാൻ വലിച്ചെറിഞ്ഞു.